ഇമാജിൻ നാളെ നിങ്ങൾ ഉറക്കെഴുന്നേൽക്കുന്നു. സഡൻലി നിങ്ങൾ റിയലൈസ് ചെയ്യാണ് നിങ്ങൾക്ക് ജോലിയില്ല, ജോലിക്ക് പോകണ്ട. സോ നിങ്ങൾക്ക് അപ്പോൾ എന്താ തോന്നുക? നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയി, ഇനി മുതലെല്ലാ ദിവസവും ഉറക്കൊന്നും എഴുന്നേൽക്കണ്ടല്ലോ, സമാധാനമായിട്ടിരിക്കാം, അങ്ങനെ തോന്നുമോ? അതോ നിങ്ങൾക്ക് പേടി തോന്നും, ആങ്സൈറ്റി തോന്നും? നിങ്ങൾ എപ്പോഴെങ്കിലും റെസിഗ്നേഷൻ ലെറ്റർ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് അയക്കുന്നതിന് മുമ്പ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന എന്തൊക്കെയോ ചിന്തകൾ കാരണം സെൻഡ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും റിസൈൻ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഇന്ന് പോലും ആരുടെയെങ്കിലും റിസൈൻ ചെയ്ത ഫസ്റ്റ് ഡേ ആയിരിക്കാം. പക്ഷേ റിസൈൻ ചെയ്തിട്ട് ഒരു ബെറ്റർ ലൈഫ് കിട്ടിയിട്ടുള്ള ആളുകളും ഉണ്ടാവും. റിസൈൻ ചെയ്തിട്ട് മാസങ്ങളോളം നിരാശപ്പെട്ട് വളരെ ഡെസ്പറേറ്റായി ജീവിക്കേണ്ടി വന്നിട്ടുള്ള ആളുകളും ഉണ്ടാവും. നിങ്ങളിതിലേത് ചൂസ് ചെയ്യും? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിസൈൻ ചെയ്യുന്നത് അവർക്ക് ജോലി ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, ആ ജോലി സ്ഥലത്ത് ഡിസ്റെസ്പെക്റ്റഡ് ആവുന്നത് കൊണ്ടും വാല്യൂ ഇല്ലാത്തത് കൊണ്ടും റെസ്പെക്റ്റ് കിട്ടാത്തത് കൊണ്ടും നരയിക്കുന്നത് കൊണ്ടും ഒക്കെയാണ്, അല്ലേ? നിങ്ങൾക്കറിയാമോ, നമ്മുടെ ബ്രെയിൻ നമ്മൾ ഏറ്റവും സ്ട്രെസ്ഡ് ഔട്ട് ആവുന്ന നിമിഷങ്ങളിൽ ഏറ്റവും റോങ് ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ റിസൈൻ ചെയ്യാമെന്ന് പെട്ടെന്ന് തീരുമാനിക്കുന്ന ആ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസമായിരിക്കും. നിങ്ങൾ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് ഒരു റോങ് ഡിസിഷനാണ്. മൺഡേ മോർണിംഗിൽ അലാം അടിക്കുന്നു, നിങ്ങൾ ഉറക്കമുണരുന്നു, ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് നോക്കിക്കൊണ്ട് നിശബ്ദമായി ഇങ്ങനെ കിടക്കുന്നു. എനിക്കിനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ പോവാം റെസിഗ്നേഷനിലേക്കല്ല, റെസിഗ്നേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റായി ചിന്തിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ഈസി ഡിസിഷൻ. സോ റെസിഗ്നേഷൻ നല്ലതൊക്കെയാണ്, പക്ഷേ അത് നമ്മുടെ നന്മയ്ക്കാവണം. റെസിഗ്നേഷനെ കുറിച്ച് എനിക്കൊരു ഫേവറേറ്റ് കോട്ട് ഉണ്ട്: ഡോണ്ട് റിസൈൻ ബിക്കോസ് യു ആർ റണ്ണിങ് അവേ ഫ്രം സംതിങ്, റിസൈൻ ബിക്കോസ് യു ആർ മൂവിങ് ഫോർവേഡ് സംതിങ് ബെറ്റർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഫസ്റ്റ് ഡേ ഓഫ് ദിസ് ജോബ്, ജോലി കിട്ടിയ ദിവസം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയ ദിവസം, എനിക്ക് ജോലി കിട്ടി, ഞാൻ ബ്ലേസ്ഡ് ആയി, എനിക്ക് പോവാം, എനിക്കിനി മാസം തോറും സാലറി വരും എന്നൊക്കെ നമുക്ക് സന്തോഷം തന്ന ആ ദിവസം? അല്ലെങ്കിൽ ഈ ജോലിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത ദിവസം, കുറച്ച് നെർവസായി ഇൻ്റർവ്യൂവിന് പോയ ദിവസം, ഫൈനലി നമ്മൾ സെലക്റ്റഡ് ആയ ദിവസം? ഓർമ്മയുണ്ടോ? നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടല്ലേ നമുക്കൊരു ജോലി കിട്ടിയത്. ഈ ജോലി എന്തിനു വേണ്ടിയായിരുന്നു? നമ്മൾ ശരിക്കും ജോലിക്ക് പോയത് ഇൻകം, നമുക്കൊരു വരുമാനം, അത് നമുക്ക് മസ്റ്റാണ്. ഇല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും നമ്മളെ കമ്പയർ ചെയ്യാനും കുറ്റപ്പെടുത്താനും പുച്ഛഭാവം കാണിക്കാനും നമ്മുടെ ചുറ്റും ഉണ്ടാവും, അല്ലേ? ശരിക്കും ഈ അഡൾട്ട്ഹുഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ ഒരു കുഞ്ഞുങ്ങളും കാണില്ല നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത്? കാര്യം നമ്മളൊരു ഇൻകത്തിന് വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മൾ ജോലിക്ക് പോകുന്നതെങ്കിലും ശരിക്കും ഇൻകം മാത്രമല്ല നമ്മുടെ ജോലി. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയും നമ്മുടെ ഒരു ഡെയിലി റൊട്ടീനും നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസും നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡവും നമുക്ക് കിട്ടുന്ന ബാക്കി ഫെസിലിറ്റീസൊക്കെ നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു വഴിയും എല്ലാമാണ് നമ്മുടെ ഈ ജോലി എന്ന് പറയുന്നത്. ഈ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഫെസിലിറ്റീസ് ആവണമെന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസും ബേസിക് അമ്യൂണിറ്റീസിന് പോലും നമ്മൾ ബില്ല് പേ ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജോബാണ്. സോ ഈ ജോബ് നമ്മൾ റിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സോഴ്സ്, ഇൻകം സോഴ്സ് അവിടെ സ്റ്റോപ്പ് ആവുന്നു. ദാറ്റ്സ് എ പോയിന്റ്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ ഡെയിലി റൊട്ടീൻ സ്റ്റോപ്പ് ആവും, നമ്മുടെ ആ ഒരു സെൻസ് ഓഫ് പേർപ്പസ് സ്റ്റോപ്പ് ആവും. ഒരു ദിവസം രാവിലെ എണീറ്റാൽ ഇന്ന് എന്ത് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടാവാതെ ബ്ലാങ്കായിട്ട് ഇരിക്കേണ്ടി വരും. പുതിയ ജോലി കണ്ടെത്താനുള്ള ടെൻഷൻ ഉണ്ടാവും, ക്യാഷ് ബുദ്ധിമുട്ടുണ്ടാവും, പല കാര്യങ്ങളും സ്മൂത്തായിട്ട് നടന്നു പോകുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊന്ന് സ്റ്റക്ക് ആവും. ഓക്കെ, അപ്പോൾ സ്റ്റക്ക് ആവുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചിന്തിക്കണം, ചില കാര്യങ്ങൾ ചിന്തിച്ചേ പറ്റൂ. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ആളുകളൊക്കെ പറയും മണി കാൻ ബൈ എവറിത്തിങ് എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ പൈസ കൊണ്ട് മാത്രം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. നമ്മുടെ കൈ പൈസ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട്. എല്ലാത്തിനും ഉപരി സേഫ്റ്റി അത് തരാൻ ക്യാഷിന് മാത്രമേ പറ്റൂ. ഓക്കെ, സോ നമുക്ക് പൈസ, നമ്മളിപ്പോൾ ഇതൊക്കെ പോട്ടെ, ഇതല്ലാതെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എന്തിനൊക്കെയാണ് പൈസ വേണ്ടത്? നമ്മുടെ ഫുഡ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, നമ്മുടെ ദൈനംദിന ചിലവുകൾ, ഗ്രോസറി ഐറ്റംസ്, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ മറ്റ് വൈഫൈ, മറ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ക്യാഷ് വേണം. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഈ ക്യാഷിൻ്റെ സോഴ്സ് ഇല്ലാതെ ആകുമ്പോൾ
പിന്നെ നമുക്ക് ആരുമില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. നമ്മൾ ആരുടേന്നെങ്കിലും 5 പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ നമുക്കുള്ള ബേസിക് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ എന്തിനേറെ പറയുന്നത്, നമുക്കൊന്ന് വയ്യാതായ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ വരെ നമുക്ക് എന്ത് വേണം? ക്യാഷ് വേണം. സോ എപ്പോഴും നമുക്കൊരു ഫിനാൻഷ്യൽ സോഴ്സ് ഉണ്ടായിരിക്കണം. നമുക്കിപ്പോൾ കിട്ടുന്ന വരുമാനത്തിൽ ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സർവൈവ് ചെയ്ത് പോകാൻ മാത്രമേ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഈ സർവൈവൽ പോലും നിന്നു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഇതിനേക്കാളും പ്രയാസമല്ലേ. സോ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീഡം. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിലേ നമ്മുടെ വോയിസിനൊരു വാല്യൂ ഉള്ളൂ, അല്ലേ? നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ പോലും, ഒന്ന് ഓർഡർ ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേ? നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ വേണം. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ നമുക്ക് പലരുടെയും ഒപ്പീനിയൻ എടുക്കേണ്ടി വരും. നമ്മൾ സാമ്പത്തികമായിട്ട് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പോയാലേ, അത് ആരും ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, സ്പൗസ് ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അതൊരു തരത്തിൽ ഒരു അടിമത്തവും മറ്റൊരു തരത്തിലത്തെ ഒരു ശത്രുതയുമാണ്. ഇതിനൊക്കെ വഴി വെക്കാതെ അവനവൻ്റെ പൈസ അത് തുച്ഛമായതാണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനും ഉപരി വേറെ ആരെയും ആശ്രയിക്കാൻ പോകണ്ടല്ലോ എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക്. നമ്പർ 3, സെൻസ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് പേർപ്പസ്. നിലവിൽ നമുക്കൊരു ജോലി ഉണ്ടായിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ സ്കില്ലിന് എവിടെയെങ്കിലും ഒരു വാല്യൂ, നമ്മളെ കൊണ്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടല്ലോ എന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കും. നമുക്ക് ജോലിയൊന്നും ഇല്ലെങ്കിലേ നമ്മളെയൊന്നും ആർക്കും വേണ്ട. ഒരു കഴിവില്ലാത്ത ഒരാളായിട്ട് നമ്മളെ ഒരു കോർണറിലേക്ക് മാറ്റി നിർത്താൻ ഒരുപാട് പേരുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് സൊസൈറ്റിയിലുള്ള റോൾ എന്ന് പറഞ്ഞാലേ നമ്മുടെ ജോബിന്റെ ബേസിസാണ്, നമ്മുടെ ജോബിന്റെ പേരാണ് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കുള്ള റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അത് ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സോഷ്യൽ ഐഡന്റിറ്റി കൂടെയാണ് അവിടെ മിസ്സാവുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് അതായിരിക്കും. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് പീസ് ആണ് മക്കളെ. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എത്ര മാത്രമാണെന്ന്. ശരിക്കും നമ്മൾ ഈ മെൻ്റൽ പീസിന് വേണ്ടിയിട്ട്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുമായിരിക്കും നമ്മുടെ ജോലി നമ്മൾ റിസൈൻ ചെയ്യുന്നത്. പക്ഷേ ജോലി റിസൈൻ ചെയ്തു, പക്ഷെ നമ്മൾ മറ്റൊരു ജോലി കമ്മിറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് വേറെ യാതൊരു ഓഫറിങ് കിട്ടിയിട്ടില്ല, ഫിനാൻഷ്യൽ സോഴ്സ് ഒന്നും തന്നെ ഇല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആവുന്നു എന്നൊരവസ്ഥയിൽ നമ്മുടെ ആങ്സൈറ്റിയും നമ്മുടെ ബ്രെയിനും നമ്മുടെ മെൻ്റൽ സിസ്റ്റവും ഒക്കെ നമ്മൾ വിചാരിക്കാത്ത ഒരു തലത്തിലേക്ക് പോകും. കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അറിയാമല്ലോ, എത്ര തവണ നിങ്ങളുടെ മനസ്സ് കൈവിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരിക്കൽ കൂടി നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത അത്രയും വലിയ ഒരു അൺസർട്ടനിറ്റിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ വിട്ടുകൊടുക്കണം. ഇനി നമുക്കൊരു ജോലി ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ നോളജ് എപ്പോഴും പോളിഷ്ഡ് ആയിരിക്കും. നമ്മളിപ്പോൾ ഏത് ഫീൽഡിലാണോ നിൽക്കുന്നത് ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു അറിവുള്ള ആളായിരിക്കും. ബേസിക് ഒരു അറിവെങ്കിലും നമുക്കുണ്ടായിരിക്കും. ഒന്നും അറിയാം, നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം, നമ്മുടെ സ്കില്ലൊക്കെ ഒന്ന് പോളിഷ്ഡ് ആയിട്ട് ഇരിക്കുന്നതും നമുക്ക് അത്യാവശ്യം അറിവുണ്ടായിരിക്കുന്നതും നമ്മുടെ ആ ഒരു മേഖലയിലെ കണ്ടന്റ് നോളജ് ക്ലിയർ ആയിട്ടിരിക്കുന്നതും നമുക്ക് ജോലി ഉണ്ടായിരിക്കുമ്പോഴായിരിക്കും, അല്ലേ? അതുപോലെ നമ്മുടെ ഡെയിലി ഓരോ ദിവസവും ഒരു ഡിസിപ്ലിനായിട്ട് പോകാനും നമ്മുടെ ജോലി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്പർ 6, സപ്പോർട്ടിങ് അവർ ഫാമിലി ആൻഡ് അവർ ഫ്യൂച്ചർ ഗോൾസ്. ഇപ്പം നമുക്ക് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കണം എന്നുള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലത്തെ ജോലിയായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അല്ലെങ്കിൽ മറ്റു ഫാമിലി മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിക്കും ജോലിയിൽ കൂടെയാണ് നടന്നു പോകുന്നത്. പിന്നെ സോഷ്യൽ കണക്ഷൻ, ഈ ഓരോ വർക്ക് പ്ലേസും വേരി ചെയ്തിരിക്കും, എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം ഇൻട്രാക്ഷനും മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള ഒരു സോഷ്യൽ കണക്ഷൻ സാധ്യമാവുന്നതും നമ്മുടെ തൊഴിലിടത്തിലാണ്. അതായത് എല്ലാത്തിനും ഒരു ബാലൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എംപ്ലോയിഡ് ആയിരിക്കണം. അത് നമ്മുടെ ഇൻകം സോഴ്സും നമ്മുടെ ഹെൽത്തും നമ്മുടെ ബേസിക് കമ്മ്യൂണിറ്റീസും നമ്മുടെ ഗോൾസും നമ്മുടെ ഫാമിലി വെൽബീയിങ്ങും നമ്മുടെ ഡെയിലി റൂട്ടീനും ഡിസിപ്ലിനും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ബാലൻസ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് അതിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയെപ്പോലെ നമ്മളെ കൊല്ലാതെ കൊള്ളുന്ന ഒരു അവസ്ഥയില്ല. അല്ലെങ്കിൽ നമുക്കൊരു 1000 മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണ്, അല്ലേ? അതിൻ്റെ കൂടെ നമുക്ക് ജോലി ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഫുൾ അങ്ങ് ബ്ലാങ്ക് ആയി പോകും. ഓക്കെ, അപ്പോൾ സാലറി കിട്ടുന്നത് നമുക്കൊരു ജോലിയിൽ കൂടിയാണ്. സാലറി നമുക്കൊരു സെക്യൂരിറ്റിയാണ്. ഈ സാലറി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നത്. പക്ഷേ ഇത്രയൊക്കെ മാത്രം മതിയോ? നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ബേൺ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, എക്സ്ഹോസ്റ്റഡ് ആണ്, വയ്യ, പറ്റുന്നില്ല എന്ന് നമ്മുടെ മനസ്സിൽ 100 തവണ പറയാണ്.
എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റീസൺസിൻ്റെ മേലെ നമ്മൾ നമ്മുടെ എല്ലാ ഹോപ്പും അടിയറവ് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ഫൈനലി നമ്മുടെ നെർവസ് സിസ്റ്റം ഷട്ട് ഡൗൺ ആവും, നമ്മുടെ ബോഡി ഷട്ട് ഡൗൺ ആവും, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി നമ്മൾ വീണു പോകും. അങ്ങനെ വീണു പോകാതിരിക്കാനാണ് റെസിഗ്നേഷൻ. ഓക്കെ, അപ്പോൾ റെസിഗ്നേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും നിങ്ങൾ മറ്റൊരു ജോലി കണ്ടുപിടിച്ചിരിക്കണം. അല്ലെങ്കിൽ മിനിമം ഒരു 6 മാസം ജീവിച്ചു പോകാനുള്ള ഒരു സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതിൽ രണ്ടിലൊന്ന് മസ്റ്റാ. ഒന്നുകൂടി പറയാം, ഒന്നുകിൽ ഉറപ്പായിട്ട് മറ്റൊരു ജോലി, നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരിക്കണം, ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ടാവണം, ഷുവറാണ് ജോലി കിട്ടിയിട്ടുണ്ട്, റിസൈൻ ചെയ്ത് ഒന്നും നോക്കാറില്ല, ഏറ്റവും നല്ല കാര്യം അതാണ്. ഇനി അതല്ല, ഈ റിസൈൻ ചെയ്തിട്ട് ജോലി നോക്കാം എന്നാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6 months നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകണം. ഇത്ര വലിയ രീതിയിൽ സർവൈവ് ചെയ്ത് പോയില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി മറ്റൊരാളുടെ മുമ്പിൽ പോയി പൈസയ്ക്ക് കൈനീട്ടാതെ ജീവിച്ചു പോകാനുള്ള ഒരു സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് സേവിങ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല എങ്കിൽ ജസ്റ്റ് വെയിറ്റ്, ബി പേഷ്യൻസ്, ട്രസ്റ്റ് ദ പ്രോസസ്. മറ്റൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക. ഒരു ജോലി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക. ഇത്രയും നാൾ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് നിന്നില്ലേ, ഇനി ഒരു ജോലി കിട്ടുന്നത് വരെ കടിച്ചു പിടിച്ച് നിൽക്കുക. എന്ത് ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് ജോലി കിട്ടും, ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണെങ്കിലും ജോലി കിട്ടും എന്നുള്ള ഒരു ഇതിൽ ശ്രമിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ റിസൈൻ ചെയ്താലും നമുക്കൊരു ജോലി കിട്ടണമല്ലോ. അപ്പോൾ ആ റിസൈൻ ചെയ്ത് ഈ ആങ്സൈറ്റി, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എല്ലാം ഡൗൺ ആക്കി നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട് ഒരുക്കി ഒരു ജോലി വാങ്ങുന്ന ആ ഒരു അവസ്ഥയെക്കാളും എന്തുകൊണ്ട് നല്ലതാണ് മുന്നിൽ ഒരു ഗോൾ കണ്ട് നിലവിലുള്ള സാലറി നിലനിർത്തിക്കൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, ജോലി കിട്ടുക, സുഖമായിട്ട് നോട്ടീസ് പീരീഡ് ഒക്കെ കൊടുത്ത് ഇറങ്ങുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 months സേവിങ്സ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ്. റെസിഗ്നേഷൻ കൊടുക്കരുത്. റെസിഗ്നേഷനൊക്കെ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഡ്രാഫ്റ്റിൽ സൂക്ഷിച്ചോ, വേണമെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ റൂമിലോ നിങ്ങളുടെ ഒരു ഡയറിയിലോ ഒട്ടിച്ച് വെച്ചിട്ട് എല്ലാ ദിവസവും നോക്കിക്കോ എന്താണോ ചെയ്തത്. പക്ഷേ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യരുത്. ഈ പറഞ്ഞ 2 കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും നേരം ഞാൻ റെസിഗ്നേഷൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് പറഞ്ഞത്. ഒരു കോയിന് 2 സൈഡ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നെഗറ്റീവ് സൈഡ് മാത്രമല്ല, റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ ഇനി ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട്. നമ്മളാണ് ഏറ്റവും വലുത്. നമ്മളെ കൊണ്ട് കഷ്ടപ്പെടുത്തുന്ന ഒരിടത്തേക്ക് നമ്മളെ തന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ 2 കാര്യം ആലോചിച്ചല്ലോ. നമുക്കൊരു ഇൻകം സോഴ്സിന്റെ വഴി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 months സേവിങ്സ് ഉണ്ടായിരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് ഓക്കെ ആണ്, നിങ്ങൾ റെസിഗ്നേഷൻ കൊടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറയട്ടെ. അത് പറയുന്നതിന് മുമ്പ് നോട്ടീസ് പീരീഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ 1 മാസമായിരിക്കാം, 2 മാസമായിരിക്കാം, 3 മാസമായിരിക്കും. നിങ്ങളുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത സമയത്ത് എത്ര മാസമാണോ സൈൻ ചെയ്തത്, അക്കോർഡിംഗ് ടു ദാറ്റ് നിങ്ങൾ ആ ഒരു സർവീസ് പീരീഡ് മാക്സിമം നിങ്ങൾ സെർവ് ചെയ്യാൻ നോക്കുക. ചിലപ്പം നിങ്ങളുടെ ജോലി സ്ഥലം നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാവാം, ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ നമുക്കൊരു വാല്യൂ ഉണ്ടല്ലേ, നമുക്കൊരു ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ട്. സോ അല്ലെങ്കിൽ അവിടെ എന്തോ ആയിക്കോട്ടെ, നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ഒരു എത്തിക്സ് ഉണ്ടല്ലോ, അത് വിട്ട് വേണ്ട. സോ ഇനിയിപ്പം എത്രയാണ് നോട്ടീസ് പീരീഡ് എങ്കിലും മിനിമം ഒരു 3 weeks അല്ലെങ്കിൽ 1 month നിങ്ങൾ അവിടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം. ഇനി അങ്ങനെ അല്ല, നിങ്ങൾക്ക് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാൻ പറ്റില്ല, ഒരു ഇമ്മീഡിയറ്റ് ജോയിനിങ് ആയിട്ടുള്ള ഒരു നല്ല ഓഫറാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ HR-ഉമായിട്ട് സംസാരിച്ച് ഒരു നല്ല വഴിയിലേക്ക് എത്തുക. ചിലപ്പോൾ അവരെന്തെങ്കിലും ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ എന്താണ് വഴിയെന്ന് ചോദിക്കുക. ഒരിക്കലും ഓൾ ഓഫ് എസ് ആണ് ജസ്റ്റ് റെസിഗ്നേഷൻ സെൻഡ് ചെയ്യുന്നു, നെക്സ്റ്റ് ഡേയോട് ഞാൻ വരുന്നില്ല, അങ്ങനെ ഇറങ്ങി പോകാൻ പാടില്ല. നിങ്ങൾക്ക് അത്രയും നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്, ഇമ്മീഡിയറ്റ് ജോയിനിങ് ആണെങ്കിൽ നിങ്ങൾ അതിപ്പോൾ HR-ഉമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലെ ഹെഡുമായിട്ട് സംസാരിച്ചിട്ട് ഒരു എന്താണ് പറ്റുന്നത് എന്നുള്ളൊരു പോസിബിലിറ്റി കണ്ടെത്തുക. അങ്ങനെയല്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഇനഫ് ടൈം, നോട്ടീസ് പീരീഡ് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും ഒരു ഇമോഷൻ്റെ പുറത്ത് ഒരിക്കലും റെസിഗ്നേഷൻ കൊടുക്കാൻ പാടില്ല കേട്ടോ. നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് നല്ലൊരു ഫ്യൂച്ചർ കണ്ടെത്തിയതിന് ശേഷം റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഗ്രോത്തിന് സഹായിക്കും. ഒരേ കമ്പനിയിൽ ഒരുപാട് വർഷം നിൽക്കുന്നതല്ല ഗ്രോത്ത് എന്ന് പറയുന്നത്, ഡിഫറെൻറ്റ് കമ്പനിയിൽ മാറി മാറി ജോലി ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ടായിരിക്കും. നമ്മുടെ കരിയറിനെ ഉറപ്പായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ CV-യിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കും. ഒരു സ്ഥലത്ത് ഒരു ലോങ് ടൈം പീരീഡ് സെർവ് ചെയ്തു എന്ന് ഉള്ളതിനേക്കാൾ
ചെയ്തതിനേക്കാളും ഡിഫറെൻറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്തു എന്നുള്ളത് ഒരു ജോബ് മാർക്കറ്റിൽ നമ്മുടെ ഡിമാൻഡ് കൂട്ടുന്ന ഒന്നാണ്. മോർ ഓവർ നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്, പുതിയ റൊട്ടീനാണ്, പുതിയ ആൾക്കാരാണ്, പുതിയ ചുറ്റുപാടാണ്. നമുക്ക് കഴിഞ്ഞ ഫേമിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ലെസൺസ് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മുടെ ഈ ഒരു ജോലി എന്ന് പറയുന്നത്, അതായത് ഒരു പുതിയ സ്റ്റാർട്ട്. സോ അതാണ് ഏറ്റവും ഒരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടും എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് വെൽക്കമിങ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്പർ 2, നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെൻ്റൽ പീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് ടോക്സിക് ആയിട്ടുള്ള വർക്ക് പ്ലേസിൽ നിന്നിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലോ അത് തന്നെ നമുക്കൊരു നല്ല റിലീവ് തരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന ഡ്രാമയും ക്രോണിക് സ്ട്രെസ്സും അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതും ഭയങ്കര നല്ല ഒരു നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നമ്പർ 3, ബെറ്റർ സാലറി. ഉറപ്പായിട്ടും നമ്മൾ ജോബ് ചേഞ്ച് ചെയ്യുമ്പോൾ, കമ്പനി ചേഞ്ച് ചെയ്യുമ്പോൾ ബെറ്റർ സാലറി നമുക്ക് കിട്ടും. സോ നമ്മുടെ ലൈഫൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ഒന്ന് ബെറ്റർ ആക്കാനും അതുപോലെ നമ്മുടെ പർച്ചേസിങ് പവറൊക്കെ കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതാണല്ലോ നമുക്ക് വേണ്ടത്, അല്ലേ? നമ്പർ 4, സെൽഫ് ഡിസ്കവറി. ഒരുപാട് ആളുകൾ അവരുടെ സെൽഫ് വർത്ത് കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ മറ്റൊരു കമ്പനിയിൽ പോകുമ്പോൾ ആയിരിക്കും. അത് നമുക്ക് ഓരോ ഇടത്തും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. സോ നമ്മൾ ഒരിടത്തു നിന്ന് മാറി പുതിയൊരു കമ്പനിയിലോ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ പോകുമ്പോൾ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി നമ്മുടെ പൊട്ടൻഷ്യൽ ഓർത്ത് കൊണ്ടുവരാനും കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് കൊടുക്കാനൊക്കെ പറ്റുന്നത്. നമ്പർ 5, ഇൻക്രീസ്ഡ് കോൺഫിഡൻസ്. നമ്മൾ ഒരിടത്തു നിന്നും നമുക്ക് റിസൈൻ ചെയ്യാൻ പറ്റി, നമ്മൾ പുതിയൊരു സ്ഥലത്ത് ജോയിൻ ചെയ്തു എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസിനെ നമുക്ക് ഒരുപാട് കൂട്ടും. നമ്മൾ ഒരിടത്തേക്ക് വെൽക്കം ചെയ്യപ്പെട്ടു. നമുക്ക് ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ഇനിയിപ്പോൾ നാളെ ഇവിടെ നിന്ന് മാറണമെങ്കിൽ ഉറപ്പായിട്ട് എനിക്കൊരു ജോലി കിട്ടും, എനിക്ക് കഴിവുണ്ട്, ഞാൻ പ്രിപ്പയർ ചെയ്തത് എനിക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആകെ മൊത്തം ഒരു കോൺഫിഡൻസ് കിട്ടും. ഈ ഫ്രഷ് സ്റ്റാർട്ട് കിട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ബെറ്റർ സാലറി കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതൊക്കെ നമ്മളെ കോൺഫിഡൻസിനെ ഒന്നുകൂടി സ്റ്റേബിൾ ആക്കും, അല്ലേ? നമ്പർ 6, ഹെൽത്തിയർ ആയിട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അപ്പോൾ ഇവിടെ റെസിഗ്നേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ കളീഗ്സിൻ്റെ ഭാഗത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ യാത്രാ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വർക്കിംഗ് എൻവയോൺമെൻറ്റ് കാരണമോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാരണം നമ്മൾ സ്ട്രെസ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടായിരിക്കും. സോ നമ്മൾ എന്തായാലും പുതിയൊരിടത്തേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസസ് ഉറപ്പായിട്ട് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്പർ 7, ഓപ്പർച്യൂണിറ്റി ടു അപ്സ്കിൽ. ഓരോ ഇടത്തും നമുക്ക് കിട്ടുന്ന PDP സെഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്ക് എന്തായാലും പുതിയ വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതിയ ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ, ചില പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് നമുക്ക് പഠിക്കാൻ പറ്റും, നമ്മുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യുന്ന സിസ്റ്റം, സോഫ്റ്റ്വെയർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആവും. അങ്ങനെ മൊത്തത്തിൽ നമുക്കതൊരു അപ്ഗ്രേഡിങ് ആയിരിക്കും. സോ വൺസ് അഗെയിൻ ഞാൻ പറയുന്നു, ഒരിക്കലും ഒരു ബാഡ് ഡേയിൽ നിന്നിട്ട് മൂവ് ഓൺ ആക്കാൻ വേണ്ടി ചെയ്യുന്നത് ആ ഒരു റെസിഗ്നേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം വെൽ പ്ലാൻഡ് ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ റെസിഗ്നേഷൻ. ഞാൻ റെസിഗ്നേഷനെ കുറിച്ച് വായിച്ചതാണ് ഒരു പുസ്തകത്തിൽ. ഡു നോട്ട് ഫിയർ അബൌട്ട് റെസിഗ്നേഷൻ, ഫിയർ അബൌട്ട് എ പ്ലേസ് വിച്ച് ഈസ് മേക്കിംഗ് യു ഫീൽ ബാഡ് ഡേ ബൈ ഡേ. അപ്പോൾ അവിടെ ഒരു ബാലൻസിങ് അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ ഇപ്പോൾ ഒരു സേഫ് സോണിൽ നിന്നതുകൊണ്ട്, ഡോൺ ബേൺ ബ്രിഡ്ജസ് എന്ന് പറയും, നമ്മളൊരു സേഫ് സോണിൽ നിന്നുകൊണ്ട് പല കാര്യത്തിലും സേഫ് അല്ലെങ്കിലും അത്യാവശ്യം ഒരു ഇൻകം അതെങ്കിലും ഉണ്ടല്ലോ. സോ ആ ഒരു സേഫ്റ്റി നിന്നുകൊണ്ട് മറ്റൊരു വഴി കണ്ടെത്തി ഉറപ്പിച്ച്, അതായത് നമുക്കത് കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ഓൺ ചെയ്യാം. 72 hours റൂളിനെ പറ്റി കേട്ടിട്ടുണ്ടാകും, ഞാൻ പറഞ്ഞുതരാം. ഈ 72 hours റൂൾ, ഫോളോ ദിസ് റൂൾ, ഓക്കെ? ഫോളോ 72 hours റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റിസൈൻ ചെയ്യണമെന്ന് തോന്നുന്ന ചില അൺഎക്സ്പെക്റ്റഡ് റീസൺസ് ഉണ്ടാവാം. ഒന്നെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കൊളീഗ്സ് നമ്മുടെ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്യാൻ ശ്രമിച്ചതോ, നമുക്ക് വളരെ എംബാരസിങ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഹരാസ് ചെയ്യപ്പെട്ട ഒരു മൊമെൻറ്റോ, അല്ലെങ്കിൽ നമുക്ക് വല്ലാതെ ദേഷ്യം പിടിച്ച് നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റോ നമ്മളെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ആ ഒരു സമയം നമ്മളോട് പറയണം, ഓക്കെ വി ക്യാൻ റിസൈൻ, ജസ്റ്റ് വെയിറ്റ് ബട്ട് ജസ്റ്റ് വെയിറ്റ് ഫോർ 72 hours. ഓക്കെ, ഒരു 72 hours ടൈം പീരീഡ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ആ 72 hours കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സ് പറയാണ്, നോ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എനിക്ക് റിസൈൻ കൊടുത്തേ പറ്റുമെങ്കിൽ റിസൈൻ കൊടുത്തോ. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് മറ്റു തോട്ട്സ് വരികയാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് പ്ലാൻ ചെയ്ത് ബുദ്ധിപൂർവ്വം മോഡ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സ്പേസും മാനസികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ്. ഓക്കെ, സോ ഫോളോ ദിസ് 72 hours റൂൾ.
അതുപോലെ തന്നെ നമ്മൾ റെസിഗ്നേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അതായത് ഗ്രാറ്റുവിറ്റി, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സോ പാസ്പോർട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിടെ നിന്നൊക്കെ വിട്ട് കിട്ടാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആയിട്ട് സാധ്യമാകുന്ന രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അവർക്കൊരു പേ ബാക്ക് ചെയ്യണമെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ അവരെ ട്രിഗർ ചെയ്ത് ആ മൊത്തം പ്രോബ്ലമായി ഒരു യുദ്ധക്കളത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിനേക്കാളും നല്ലതാണ്. എനിവേ നമുക്കൊരു സമയം ഓപ്പർച്യൂണിറ്റി തന്ന ഒരിടമാണ്, നമുക്ക് ഒരുപാട് മന്ത് സാലറി കിട്ടിയ ഒരിടമാണ്, നമുക്ക് ഒരുപാട് വേദനകളും സങ്കടങ്ങളും അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് ശക്തിയുണ്ട് കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. സോ പരമാവധി നമ്മളൊരു സ്ഥലത്ത് നിന്ന് റിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ആരെയും പെടുക്കാതെ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകാതെ സമാധാനപരമായി നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു വകുപ്പ് നമ്മൾ നോക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അത് ആരും ഓർക്കാത്തൊരു കാര്യമാണ് കാൽക്കുലേറ്റ് ദ ഹിഡൻ കോസ്റ്റ്. ഓക്കെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും, ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാകട്ടെ പഴയ കാര്യം സ്റ്റോപ്പ് ചെയ്യുമ്പോഴാകട്ടെ, നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യത്തിനും ഒരു ഹിഡൻ കോസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഹിഡൻ കോസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അത് ഇപ്പം എനിക്കിങ്ങനെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാൻ പറ്റില്ല, കാരണം ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ജോബ് സെക്ടറുമായിട്ട് നിങ്ങളുടെ ജോലിയുമായിട്ട് നിങ്ങളുടെ ജോലി സ്ഥലമൊക്കെ ആയിട്ട് അത് ബന്ധപ്പെട്ടിരിക്കും. പക്ഷേ എപ്പോഴും നമുക്ക് ഒരു ഹിഡൻ കോസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഹിഡൻ കോസ്റ്റ് ബിയർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണം, അത്യാവശ്യം ഒരു കാൽക്കുലേഷൻ എങ്കിലും ഉണ്ടാവണം. സോ നമുക്കതൊരു ഷോക്ക് ആയിരിക്കില്ല. അതിനെപ്പറ്റി കൂടി ചിന്തിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ റെസിഗ്നേഷൻ സെൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് ഞാൻ റിസൈൻ ചെയ്യുന്നതിനുള്ള റിയൽ റീസൺ എന്ന് നിങ്ങളുടെ ജേർണലിലോ ഡയറിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലെങ്കിലും എഴുതി നോക്കണം. എന്താണ് നിങ്ങൾ റിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം? ഞാൻ ബേൺ ഔട്ട് ആയിട്ടാണോ, എനിക്ക് അത്ര സങ്കടം ഉണ്ടായിട്ടാണോ, എൻ്റെ മെൻ്റൽ പീസ് നഷ്ടപ്പെട്ടിട്ടാണോ, എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടാണോ, അതോ ഇതൊന്നും അല്ല എനിക്ക് ആരോടെങ്കിലും ഉള്ള ദേഷ്യം കൊണ്ടാണോ, ഫ്രസ്ട്രേറ്റഡ് കൊണ്ടാണോ, ഇൻസൾട്ടബിൾ ആണോ? അത് എഴുതുക. അത് എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടണം. ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബ്രെയിൻ ഒരുപാട് ബയസസ് ഉണ്ട്. പെട്ടെന്ന് അതല്ല ഇത് പെട്ടെന്ന് വിശ്വസിക്കാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ മനസ്സിനുണ്ട്. സോ നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ റിസൈൻ ചെയ്യുന്നത്, ആ കാരണം അത്രയും വാലിഡ് ആയിട്ടുള്ളൊരു റീസൺ ആണ് എന്ന് നമ്മൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. സോ ജസ്റ്റ് റൈറ്റ് ഡൗൺ നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് റീസൺ. മറ്റുള്ള ആൾക്കാരൊക്കെ റിസൈൻ ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് അതൊരു മോട്ടിവേഷൻ തരും, അവർ പോയി നമുക്ക് പോകാമെന്ന്. പക്ഷേ ഡോ നോട്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്, ബിക്കോസ് അവരുടെ ഒരു ലൈഫ് ആയിരിക്കില്ല നിങ്ങൾക്ക്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ലൈഫ് സ്ട്രഗിൾസ് ആയിരിക്കില്ല അവരുടെ ലൈഫ് സ്ട്രഗിൾ, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് സ്റ്റേറ്റ് ആയിരിക്കില്ല അവരുടെ മെൻ്റൽ ഹെൽത്ത് സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ നമുക്ക് മാത്രമേ അറിയാവൂ, നമുക്ക് ആരും കാണില്ല അതൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്നൊരു ഇതിൽ റിസൈൻ ചെയ്ത് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു പ്രശ്നവും വരില്ലായിരിക്കും, പക്ഷേ അതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു 1000 പ്രശ്നങ്ങളായിരിക്കാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം എന്താണെന്ന് നോക്കുക, നമ്മുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കുക, നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ഒരിക്കലും മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് റെസിഗ്നേഷൻ എന്നൊരു ഡിസിഷനിലേക്ക് പോകരുത്. ഈ ചില പുസ്തകങ്ങളൊക്കെ പറയാറുണ്ട്, അതായത് ലീവ് ദ ഡോർ ഓൾവേസ് ഓപ്പൺ എന്ന്. അതായത് നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഡോറില്ലേ, അത് എപ്പോഴും ആ ഒരു ഓപ്പൺ എന്നുള്ള നിലയിൽ തന്നെ പോവുക. അതായത് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മീനിങ് സിംബോളിക്കായിട്ട് പറയുന്നതാണ്. അതായത് നമ്മൾ അവിടെ ഉള്ള ഒരാളെ അവർ ആ ഒരു കമ്പനി മറക്കാത്ത രീതിയിൽ നമ്മൾ അവിടെ ഒരു സീൻ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകാൻ പാടില്ല. എന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സീനും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടി ഞാൻ വലിയ ആളായിട്ട് ഒരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പോകാം എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ പറഞ്ഞ് പറ്റിക്കും. അതിലൊന്നും വീഴാതെ ഇരിക്കുക. ഇമോഷൻ്റെ പുറത്ത് ഒരു കാര്യം ചെയ്യരുത്. അത് നമുക്കൊരു ഷോർട്ട് ടേം പ്ലഷർ തരുമെങ്കിലും ഒരു ലോങ് ടേം ആയിട്ട് വലിയൊരു കുഴിയിലായിരിക്കും നമ്മൾ കൊണ്ടുപോയി ചാടിക്കുന്നത്. അതുകൊണ്ട് സോ ഈ ഒരു കാര്യം ഓർക്കുക, സിംബോളിക്കലി ഓർക്കുക, ലീവ് ദ ഡോർ ഓപ്പൺ. ഓക്കെ, so before you submit your resignation, always ask one question to yourself: do I have a plan? ഓക്കെ, എല്ലാ എൻഡിങ്സും നമുക്ക് മറ്റൊരു ഓപ്പണിങ്സിലേക്കാണ് വഴി തുറക്കുന്നത്. നമുക്ക് ഇനി ലൈഫുണ്ട്, ഇനി സ്പേസ് ഉണ്ട്. ഉറപ്പായിട്ട് ജീവിതത്തിൽ ഒരുപാട് തവണ നമ്മൾ ഒരുപാട് എടുത്ത റെസിഗ്നേഷൻ കൊടുക്കുക. നമ്മൾ വ്യത്യസ്തമായ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. എപ്പോഴും റെസിഗ്നേഷൻ ഹെൽത്തി ആയിരിക്കാൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റെസിഗ്നേഷൻ ഒരിക്കലും എൻഡ് ഓഫ് ദ കരിയർ ഒന്നുമല്ല, ഒരു എൻഡ് ഓഫ് ദ ചാപ്റ്റർ മാത്രമാണ്. ഇനി നമ്മുടെ ജീവിതമാകുന്ന പുസ്തകത്തിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്. നമുക്കിനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്.
പിന്നെ ഒരു കാര്യം, ഞാൻ ഇതൊക്കെ ഇത്രയും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ, ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ ജീവിതകാലം മൊത്തം അവിടെ ജോലി ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരുപാട് വർഷം ഞാൻ എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിന്തിച്ചിരുന്നത്, ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ ആ സ്ഥാപനത്തിൽ ഇപ്പോൾ ലോങ് 10 ഇയേഴ്സ് ഓർ 10 ഇയേഴ്സ് പ്ലസ് ഒക്കെ ജോലി ചെയ്ത ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ ഞാനിങ്ങനെ വളരെ അതിശയത്തോടെ അവർ നോക്കി നിന്നിട്ട് പാവം ഗ്രേറ്റ് 10 ഇയേഴ്സ് ഒക്കെ നിന്നു, അവരാണ് ഇവിടുത്തെ ഏറ്റവും വാല്യൂ ചെയ്യപ്പെടുന്ന ആളെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ ഒരുപാട് കാലം ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വാല്യൂ നഷ്ടപ്പെട്ട് വരും. ചിലപ്പോൾ അവർ ഭയങ്കര കോർണറൈസ്ഡ് ആയിപ്പോവും. പക്ഷെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടുതൽ സാലറിയും കുറച്ചുകൂടി കൂടുതൽ വാല്യൂവും കിട്ടുന്നതായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മളൊരു സ്ഥലത്ത് നിന്ന് റിസൈൻ ചെയ്ത് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതാണ്, അതും ഒരു ഷോർട്ട് ടൈം പീരീഡിൽ, ലൈക്ക് മാക്സിമം 2 to 3 ഇയേഴ്സ് ഓർ 4 ഇയേഴ്സ്, അതിൽ കൂടുതലൊന്നും നിൽക്കാതിരിക്കുക. അതാണ് നമ്മുടെ ലൈഫിന്, നമ്മുടെ കരിയർ ഗ്രോത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ റെസിഗ്നേഷൻ എന്ന് പറയുന്ന ഡിസിഷൻ ഒരു നല്ല പേർപ്പസും നല്ലൊരു ഫ്യൂച്ചറിൻ്റെയും ഗൈഡൻസിലും മാത്രം ചെയ്യുക. എപ്പോഴും മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. എപ്പോഴും നമുക്ക് ഒരു ഫിനാൻഷ്യലി മറ്റുള്ള ഒരാളെ ആശ്രയിക്കാൻ പോകാതെ ജീവിക്കാനുള്ള ഒരു എബിലിറ്റിയും വഴിയും നോക്കുക. എന്നിട്ട് ധൈര്യമായിട്ട് സെൻഡ് യുവർ റെസിഗ്നേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. നമസ്കാരം.